ഈ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി പലരും പലതരത്തിൽ പല രീതികളിൽ പലതും ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു നിങ്ങളുടെ പഠിച്ച സ്കൂളിൻ്റെ പേര്? ചേട്ടാ, പഠിച്ച സ്കൂളിൻ്റെ പേര് സെൻറ് മേരീസ് സ്കൂൾ, സെൻറ് ജോസഫ് സ്കൂള് അല്ലേ? എന്നിങ്ങനെ ഒരു സ്കൂളിൻ്റെ പേര് എന്ന് പറയുന്നത് വെറുതെ ഉള്ളൊരു പേരല്ല. തിരുസഭ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഔസേപ്പിതാവിന്റെ സ്കൂളിൽ പോയി പഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡോക്ടറേറ്റ് ഉണ്ട്, എന്തില്ല? ഐശ്വര്യമില്ല. ജോലിയുണ്ട്, പണമുണ്ട്, എന്തില്ല? ഐശ്വര്യമില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതാ? നമ്മുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെ ശ്രദ്ധിക്കണം. സ്വന്തം ജീവിത പങ്കാളിയെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റപ്പെടുത്താൻ, അപമാനിതനാകാൻ നീ ഇട്ടുകൊടുത്താൽ, നിങ്ങൾ ഈ നാട്ടിലെ മാതൃക കുടുംബമാണെന്നാണല്ലോ പൊതുവെ അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങളെ തല്ലിയോ? അതൊന്ന് ചോദിക്കണമല്ലോ. അച്ഛാ, ഞാൻ വൈകുന്നേരം ആ മൊബൈലും പിടിച്ചോണ്ട് ആ സോഫയിൽ എങ്ങനെ ഒന്ന് ഇരുന്നാലുണ്ടല്ലോ, എൻ്റെ മുമ്പിലൂടെ ഇവള് നടന്നു പോകുമ്പോൾ ഉണ്ടല്ലോ, സാധാരണ നടക്കുന്ന പോലത്തെ താളമല്ലച്ചാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ശാന്തത ഔസേപ്പിതാവ് തരും. പറഞ്ഞു കൊടുത്തേ. ഒരേപോലെ ആയിരിക്കുമോ? അല്ല, രണ്ടും രണ്ട് സ്വഭാവം. ഒരെണ്ണം പഠിക്കും, ഒരെണ്ണം പഠിക്കുകയില്ല. ഒരെണ്ണം പള്ളിയിൽ പോകും, ഒരെണ്ണം പള്ളിയിൽ പോവുകയില്ല. ഒരെണ്ണത്തിന് ചായ ഇഷ്ടം, മറ്റതിന് കാപ്പി ഇഷ്ടം. വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം ആ വല്യച്ഛൻ പറഞ്ഞു വെച്ചത് ഇതാണ്: ഔസേപ്പിതാവിന്റെ സ്വഭാവത്തിൽ നിന്ന് എൻ്റെ സ്വഭാവത്തിൽ എന്ത് സ്വീകരിക്കാൻ സാധിക്കും? നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോന്ന്? ഉള്ളത് കൊണ്ടല്ലേ അച്ഛാ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നല്ലേ. നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവണമെന്ന് വലിയ ആഗ്രഹം നമുക്കുണ്ട്. ഈ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി പലരും പലതരത്തിൽ പല രീതികളിൽ പലതും ചെയ്യുന്നുണ്ട്. ചിലർ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി ചില സാധനങ്ങൾ വീടിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട്. ചിലർ ചില ചെടികളൊക്കെ വളർത്താറുണ്ട്. ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി ചില രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ പലതരത്തിൽ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും മനുഷ്യർ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. ഇന്ന് ദൈവവചനം നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോവാം. എന്തിനെന്നറിയോ? നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവവചനം പഠിപ്പിക്കാൻ പോവാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഈ പഠിക്കണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? ഒരു സ്കൂളിൽ പോകണം അല്ലേ? ഏതെങ്കിലും ഒരു സ്കൂളിൽ പോകാതെ പഠിക്കാൻ പറ്റുമോ? ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു സ്കൂളിൽ പഠിച്ചവരാണ് അല്ലേ? നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു നിങ്ങളുടെ പഠിച്ച സ്കൂളിൻ്റെ പേര്? ചേട്ടാ, പഠിച്ച സ്കൂളിൻ്റെ പേര് ഏതാ? SHO ഇതെന്നതാ? ഒരു പേര് പറഞ്ഞാൽ മതി. അതിൻ്റെ SHO മനസ്സിലായി, അത്രയേ ഉള്ളൂ. ഹൈസ്കൂൾ മൂക്കന്നൂർ, അത്രയേ ഉള്ളൂ. വേറെ ഈ സ്കൂളിന് വല്ല പേരുണ്ടോ? സ്കൂളിന് പേരുണ്ടോ? മൂക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലപ്പേരാന്ന് ഞങ്ങൾക്കറിയാം. അവിടെ ഹൈസ്കൂൾ ഉണ്ടോയെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഒരു പേര് കൊടുക്കും, പേര്. ഞാൻ പഠിച്ചത് സെൻറ് ആൻ്റണീസ് ഹൈസ്കൂൾ, കോക്കമംഗലം, ചേർത്തല. സെൻറ് ആൻ്റണീസ് ഹൈസ്കൂൾ. ഇവിടെ ഇങ്ങനെ ആരെങ്കിലും സെൻറ് മേരീസ് സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരുടെ കൈപോക്കാം. സെൻറ് മേരീസ് സ്കൂൾ, കണ്ടോ, അവർ സെൻറ് മേരീസിൻ്റെ പ്രൊഡക്റ്റാണ്. അടുത്തൊരു ചോദ്യം, സെയിൻറ്റ് ആൻ്റണീസ് സ്കൂൾ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സെയിൻറ്റ് ആൻ്റണീസ് കുറച്ച് പേരുണ്ട്. അടുത്തത് സെൻറ് ജോസഫ് സ്കൂൾ പഠിച്ചിട്ടുള്ളവർ കുറേ അധികം പേരുണ്ട്. വെരി ഗുഡ്. ഇനി വേറെ ഏതെങ്കിലുമൊക്കെ സ്കൂളിൻ്റെ പേരുകൾ നിങ്ങൾക്കറിയാം? ഇഷ്ടം പോലെ പേരുകളുണ്ടല്ലോ. ഞാൻ അലോഷ്യസ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, സെൻറ്റ് അലോഷ്യസ് കോളേജ്. കാർമൽ സ്കൂള്, ലാൽ ബഹദൂർ ശാസ്ത്രി, കൊള്ളാം, ലാൽ ബഹദൂർ ശാസ്ത്രി. പലരും ഇപ്പോഴാണ് സ്വന്തം സ്കൂളിൻ്റെ പേരൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ നാളായി അച്ഛാ ഇതൊക്കെ ആരാ ഓർത്തിരിക്കുന്നത് അല്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ. അതായത് നമ്മൾ പഠിച്ചൊരു സ്കൂളിനൊരു പേരുണ്ട്. പേരില്ലേ? പേരുണ്ട് എന്ന് പറഞ്ഞാൽ ആ പേര് വെറുതെ ഉള്ള ഒരു പേരല്ല. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഹൈസ്കൂൾ മൂക്കന്നൂർ അല്ല, അതിന് SHO എന്നൊക്കെ പറഞ്ഞ് ഇട്ടിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ പഠിച്ച സ്കൂള് സെയിൻറ്റ് ആൻ്റണീസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ അത് ആരുടെ നാമധേയത്തിൽ ആർക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്? അന്തോനിസ് പുണ്യവാളിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്കൂളാണ് സെൻറ് മേരീസ് സ്കൂൾ, സെൻറ് ജോസഫ് സ്കൂള് അല്ലേ? എന്നിങ്ങനെ ഒരു സ്കൂളിൻ്റെ പേര് എന്ന് പറയുന്നത് വെറുതെ ഉള്ളൊരു പേരല്ല.
അത് ആ സ്കൂളിന്റെ ഒരു ഐഡന്റിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു പേരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നതിൽ കുറച്ചു പേരൊക്കെ സെന്റ് ജോസഫ് സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരുണ്ട്. ഇന്ന് ഇങ്ങോട്ട് നോക്കിക്കേ, ഇന്ന് നമ്മളെല്ലാവരും സെന്റ് ജോസഫ് സ്കൂളിൽ പഠിക്കാൻ പോവാണ്. എവിടെയാണ്? സെന്റ് ജോസഫ് സ്കൂളിൽ പഠിക്കാൻ പോവാണ്. പ്രൈസ് ദി ലോർഡ്. ഈ മാർച്ച് മാസത്തിലെ ഈ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെല്ലാവരും സെന്റ് ജോസഫിന്റെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഔസേപ്പിന്റെ സ്കൂളിൽ, ജോസഫിന്റെ സ്കൂളിൽ പഠിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ. ഹല്ലേലൂയ. മാർച്ച് 19 എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഈ ആഴ്ചയിൽ നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഔസേപ്പ് പിതാവിന്റെ സ്കൂളിൽ പഠിച്ചാൽ കിട്ടുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ തിരുസഭ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഔസേപ്പ് പിതാവിന്റെ സ്കൂളിൽ പോയി പഠിക്കണം. ഹല്ലേലൂയ. പഠിക്കുവാണെങ്കിൽ അന്തസ്സോടുകൂടെ എവിടെ പോയി പഠിക്കണം? ഔസേപ്പ് പിതാവിന്റെ സ്കൂളിൽ പോയി പഠിക്കണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, പഠിക്കുവാണെങ്കിൽ ഔസേപ്പ് പിതാവിന്റെ സ്കൂളിൽ പോയി പഠിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഈ ഔസേപ്പ് പിതാവിന്റെ സ്കൂളിൽ പോയി പഠിച്ചാലുള്ള മെച്ചം എന്താണെന്നറിയാവോ? ഔസേപ്പ് പിതാവിന്റെ സ്കൂളിൽ പോയി പഠിച്ചാൽ നിന്റെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും. അതാണ് ഇതിന്റെ മെച്ചം. അപ്പൊ ഔസേപ്പ് പിതാവിന്റെ സ്കൂളിൽ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. കാരണം നമുക്ക് എന്ത് വേണം? ഐശ്വര്യം വേണം. നമുക്ക് ഐശ്വര്യം വേണം. ഇപ്പൊ നമ്മൾ ചിന്തിച്ചോളൂ, പല സ്കൂളുകളിലും പഠിച്ച് ഡോക്ടറേറ്റ് നേടി, ബിരുദാനന്തര ബിരുദം നേടി, ജോലി നേടി, വലിയ വലിയ നിലകളിലെത്തി. പക്ഷെ ഇപ്പോഴും ചില കുടുംബങ്ങൾ എന്തില്ല? ഐശ്വര്യമില്ല. ഡോക്ടറേറ്റ് ഉണ്ട്, എന്തില്ല? ഐശ്വര്യമില്ല. ജോലിയുണ്ട്, പണമുണ്ട്, എന്തില്ല? ഐശ്വര്യമില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതാ? ജോലിയേക്കാളും വീടിനേക്കാളും ബിരുദാനന്തരേക്കാളും നമുക്ക് വേണ്ടത് എന്നതാ? ഐശ്വര്യം. ഐശ്വര്യം വേണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ട സ്കൂളാണ് ജോസഫിന്റെ സ്കൂളിൽ പഠിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ അല്പസമയം ജോസഫിന്റെ സ്കൂളിൽ പഠിക്കാൻ പോവാണ്. നമ്മൾ അതിനു വേണ്ടി ഒരു കുഞ്ഞു വചനം നമ്മൾ ആദ്യം തന്നെ വായിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം എന്ന് തുറന്നേ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 1, 1-ാം അധ്യായം 19-ാം തിരുവചനം. 1:19 വായിക്കാം. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനായകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇതാണ് ജോസഫിന്റെ സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ കാര്യം. ആ സ്കൂളിന്റെ ഓണറായിട്ടുള്ള ജോസഫ് നമ്മളോടൊരു കാര്യം പറയുവാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഒരു നിലപാട് നിന്റെ ജീവിതത്തിൽ നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഐശ്വര്യം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ചോദ്യം, ഈ ഔസേപ്പ് എന്തു നിലപാടാണ് എടുത്തത്? വചനം പഠിപ്പിക്കുന്നു, അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാകാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനം നമുക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. മത്തായി സുവിശേഷം 1-ാം അധ്യായം 19-ാം തിരുവചനം. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. അപ്പൊ ജോസഫിനെ കുറിച്ചൊരു വചനം പറയുവാണ്, അവൻ നീതിമാനായിരുന്നു. അവൻ ആരായിരുന്നു? നീതിമാനായിരുന്നു. ഉച്ചത്തിൽ പറഞ്ഞ അവൻ ആരായിരുന്നു? എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിന്റെ നീതി അനുസരിച്ച് ജോസഫിന് വേണമെങ്കിൽ പ്രവർത്തിക്കാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാം. ആ കാലഘട്ടത്തിന്റെ നീതി എന്ന് പറയുന്നത്, ഭാര്യ ഗർഭവതിയാണ്, കല്യാണത്തിന് മുമ്പ് ഗർഭവതിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കാം, നിയമത്തിന് വിട്ടുകൊടുക്കാം, അങ്ങനെ പലതരത്തിൽ പ്രവർത്തിക്കാം. പക്ഷേ ജോസഫിന്റെ നീതി നമ്മൾ പഠിക്കുന്ന പുസ്തകത്തിലെ നീതിയേക്കാളും വ്യത്യസ്തമാണ്. ജോസഫ് എന്തു ചെയ്തു? അവളെ അപമാനിതയാകാൻ ഇഷ്ടപ്പെട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആരെയാണ്? മറിയത്തെ എന്ന് പറഞ്ഞാൽ ആര്? ഭാര്യയെ അപമാനിതയാകാൻ ഇഷ്ടപ്പെട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്നത്, അപമാനിതയാകാൻ ഇഷ്ടപ്പെടാകയാൽ അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു.
ജോസഫിന്റെ ഉള്ളിൽ ഈ ഭാര്യയുടെ ഈ ഡിഗ്നിറ്റി, അവളുടെ ജീവിതത്തെ വളരെ മാന്യമായി കണക്കാക്കാൻ വേണ്ടി നാട്ടുകാരൊന്നും അറിയാതെ പബ്ലിക്കായി ഈ വിഷയത്തെ നാട്ടുകാരുടെ മുമ്പിൽ ചർച്ചയ്ക്ക് ഇട്ടുകൊടുക്കാതെ അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി ജോസഫ് ചിന്തിക്കുന്ന ഒരു ചിന്തയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്. അൺവില്ലിംഗ് ടു എക്സ്പോസ് ഹെയർ ടു പബ്ലിക് ഡിസ്ഗ്രേസ് എന്ന് പറഞ്ഞാൽ അവളെ അപമാനിതയാകാൻ ഇട്ടുകൊടുത്തില്ല. ആര്? ജോസഫ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മൾ ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട ഒരു നിലപാടാണ് ജോസഫ് നമ്മളോട് പറയുന്നത്. സ്വന്തം ഭാര്യയെ നാട്ടുകാരുടെ മുമ്പിലേക്ക് ചർച്ച ചെയ്യപ്പെടാൻ, ഭാര്യയുടെ കുറവുകൾ പറഞ്ഞ് കുറ്റപ്പെടുത്താൻ ഭർത്താവായ ജോസഫ് ഇട്ടുകൊടുത്തില്ല. ആമേൻ, 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 ആമേൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഒരുപക്ഷെ ഐശ്വര്യം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു കാരണത്തെയാണ് വചനം പഠിപ്പിക്കുന്നത്. നമ്മുടെ സ്വഭാവത്തിൽ ഒരു കാര്യമുണ്ട്. എന്തെന്നറിയാവോ? നമ്മുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെ ശ്രദ്ധിക്കണം. സ്വന്തം ജീവിത പങ്കാളിയെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റപ്പെടുത്താൻ, അപമാനിതനാകാൻ നീ ഇട്ടുകൊടുത്താൽ നീ വളരെ സൂക്ഷിക്കണം. നിന്റെ കുടുംബത്തിൽ ഐശ്വര്യം നിനക്ക് നഷ്ടപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ്. എൻ്റെ കുടുംബത്തിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ മക്കളോട്, എൻ്റെ ഭാര്യയോട്, എൻ്റെ ഭർത്താവിനോട് പെരുമാറുന്നത്? നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെ അപമാനിതരാകാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപമാനിതരാകാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് കാലം മാറി, സോഷ്യൽ മീഡിയ വളരെ പവർഫുള്ളാണ്, ഇമോഷണലി വളരെ വീക്കാണ് നമ്മുടെ പല പിള്ളേരും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ഉടനെ തന്നെ അവർ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വന്ന് റീൽസ് ചെയ്ത്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്ത് അവർ ലൈവ് കൊടുത്ത് കുടുംബത്തിലെ പല കാര്യങ്ങളും നാറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് കുട്ടികൾ മാത്രമല്ല, മുതിർന്നവർ പോലും. ഭാര്യയോട് പറയേണ്ട കാര്യം യൂട്യൂബിൽ വന്ന് ലൈവിൽ വന്നിരുന്ന് നാട്ടുകാരോട് പറഞ്ഞിട്ട് ഗുണമുണ്ടോ ചോദിച്ചി? ഒരു ഗുണവും ഇല്ല. എന്ത് ഗുണം? ഗുണമുണ്ടോ? നീ ഫേസ്ബുക്കിൽ വന്ന് യൂട്യൂബിൽ വന്ന് ഇരുന്ന് ലൈവിൽ ഇരുന്നോണ്ട് ഞാൻ ഇങ്ങനെ സഹിക്കുന്നു, എൻ്റെ ഭർത്താവിൽ നിന്ന് ഇങ്ങനെ സഹിക്കുന്നു എന്ന് നീ നാട്ടുകാരോട് പറഞ്ഞാൽ എന്താണ് മെച്ചം? ഒരു മെച്ചം ഇല്ലെന്ന് മാത്രമല്ല, താഴത്ത് ഇഷ്ടം പോലെ ആളുകൾ ലൈക്കടിച്ചു വരും. ഈ ലൈക്കടിച്ച് വരുന്നവർ കൂടെ ഉണ്ടാവുമോ? ഇല്ലെന്ന്. അവരിങ്ങനെ ലൈക്കടിച്ച് കൂടെ ഉണ്ടാവുമെന്ന് കാണിക്കും. വേണമെങ്കിൽ ഞങ്ങളും അതിജീവിതയോടൊപ്പം ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഓർക്കേണ്ട കാര്യം, നിന്റെ ജീവിതത്തിൽ ഈ പറയുന്നവരൊന്നും കൂടെയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കണം. കുടുംബ അംഗങ്ങളെ ഒരു കാരണവശാലും അപമാനിതരാകാൻ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കരുത്. ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, കുടുംബ അംഗങ്ങളെ അപമാനിക്കരുത്. കുടുംബ അംഗങ്ങളെ അപമാനിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരത്തെ നമ്മൾ വളരെ ശ്രദ്ധിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. നിന്റെ കുടുംബത്തിൽ ഐശ്വര്യം വേണമെങ്കിൽ നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമാണ് നിന്റെ നാവിനെ നീ വളരെ സൂക്ഷിക്കണം. ഔസേ പിതാവ് പറയുവാണ്, നിന്റെ സംസാരത്തെ നീ വളരെ സൂക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നാവിനെ ഒന്ന് തൊട്ടെ, സ്വന്തം നാവിനെ തൊട്ടോ. വളരെ അപകടം പിടിച്ചൊരു സാധനം, വളരെ അപകടം പിടിച്ചൊരു സാധനം. ഈ നാവിനെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാലുണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും. ഔസേ പിതാവ് എങ്ങനെയാണ് തൻ്റെ കുടുംബത്തിൽ സമാധാനം നിലനിർത്തിയത് എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. തൻ്റെ ജീവിത പങ്കാളിയെ, ഭാര്യയെ അപമാനിതയാവാൻ. നിങ്ങൾ ശ്രദ്ധിച്ചേ, വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും ഒരു കൊച്ചു വാക്കുകൊണ്ടെങ്കിലും ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്തിയോ? എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ഔസേ പിതാവ് ഒരു കുഞ്ഞു വാക്കെങ്കിലും പറഞ്ഞ്
അവളെ ഒന്ന് നുള്ളി നോവിപ്പിക്കേണ്ടതല്ലേ? നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? കാര്യം ശരിയാ, പരിശുദ്ധാത്മാവൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഉള്ളിൽ ഇങ്ങനെ തികട്ടി കിടക്കുമല്ലേ ചില കാര്യങ്ങൾ, അല്ലേ? എന്നാലും നീ അല്ലല്ലേ, എന്നാലും നീയേ പണ്ടേ, എന്നാലും നീ, ഞാൻ ഈ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഒരു കുടുംബത്തിന്റെ അടിപിടി തീർക്കാൻ വേണ്ടി അത് ചെന്ന് പെട്ടതാണ്. ഒരു സ്ഥലത്ത് ചെന്നപ്പോഴാണ് കുടുംബനാഥൻ. അപ്പൊ ഈ കുടുംബത്തെ എനിക്ക് പരിചയമുണ്ട്. ഭാര്യയും ഭർത്താവും 3 കുട്ടികളും, 3 ആൺകുട്ടികളാണ്. നല്ല മിടുക്കം പിള്ളേരാണ്. പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചെറുതായിരുന്നു, ഇപ്പൊ ഇതുങ്ങളൊക്കെ വളർന്നു. അപ്പൊ ഈ അപ്പൻ കരഞ്ഞോണ്ട് വന്ന് നിൽക്കുക, അച്ഛാ എന്നെ എൻ്റെ 3 മക്കളും കൂടെ കെട്ടിയിട്ട് പട്ടീനെ തല്ലണ പോലെ തല്ലി. അപ്പൻ്റെ സങ്കടം ഇത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഒരപ്പം കരയുമല്ലേ, 3 ആൺമക്കളും കൂടെ പിള്ളേരാ. ഈ പിള്ളേര് 3 കൂടെ ഈ അപ്പനെ പട്ടിയെ തല്ലണ പോലെ തല്ലിയെന്ന്. ഇയാൾ എന്നിട്ട് ഇയാളുടെ ശരീരമൊക്കെ കാണിച്ചു തന്നു. അച്ഛൻ നോക്കിക്കേ, ഇത് ഇവിടെ കണ്ട അടി, അതാ മൂത്തവൻ്റെയാ, ഇത് ഇവിടെ കണ്ട, ഇത് ഇളയവൻ്റെയാ. അച്ഛാ എന്നെ 3 പിള്ളേരും കൂടെ തല്ലി. അപ്പൊ ഈ പിള്ളേരെ എനിക്കറിയാം. അപ്പൊ ഞാൻ ചിന്തിച്ചു, നമ്മുടെ ഈ പിള്ളേര് നിങ്ങളെ തല്ലിയെന്നോ? നിങ്ങൾ എന്തോ ഈ പറയുന്നേ? നിങ്ങൾ ഈ നാട്ടിലെ മാതൃക കുടുംബമാണെന്നാണല്ലോ പൊതുവെ അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങളെ തല്ലിയോ? അതൊന്ന് ചോദിക്കണമല്ലോ. അച്ഛാ ചോദിക്കണം, അച്ഛാ ചോദിക്കണം, പുറത്ത് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇയാളുടെ കൂട്ടത്തിൽ വീട്ടിൽ ചെന്നു. മൂത്തവന് ഒരു 21 വയസ്സ്, രണ്ടാമത്തവന് ഒരു 19, ഇളയതിന് ഒരു 17. അങ്ങനെ ഇത്രയേ ഉള്ളൂ. പക്ഷെ നല്ല വണ്ണം പൊക്കമൊക്കെ ഈ പിള്ളേർക്ക്. ഈ കൊറോണ കാലം കഴിഞ്ഞതോടുകൂടി പിള്ളേർ പെട്ടെന്ന് അങ്ങോട്ട് വളർന്നു. ഈ കൊറോണ കാലഘട്ടത്തിലാണ് ഈ പിള്ളേരെ വളർച്ച. അതിനു മുമ്പ് ചെറുതായിരുന്നു, അന്ന് നല്ല ക്യൂട്ടായിരുന്നു. ഇപ്പം ഇവന്മാരൊക്കെ സൈസായി, 3 എണ്ണം കൂടെ നിൽക്കുക. അപ്പോൾ എന്നോട് സ്നേഹമൊക്കെ ഇവന്മാർക്കുണ്ട്. അപ്പോൾ അപ്പനെയും കൊണ്ട് ചെന്നപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. ഉടനെ തന്നെ ഈ 3 അണ്ണവന്മാരും കൂടെ എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് അച്ഛനോട് ചില കാര്യം പറയാനുണ്ട്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഒരു മുറിക്കകത്തോട്ട് കയറ്റി വാതിലടച്ചു. ദൈവമേ, ഞാൻ വിചാരിച്ചു നീ എന്നെ തല്ലുവോ. മുറിക്കകത്തോട്ട് കയറി വാതിലടച്ചിട്ട് 3 കൂടെ അവിടെ നിന്നോണ്ട് പറഞ്ഞു, അച്ഛാ സഹിക്കുന്നതിനൊരു പരിധിയില്ലേ അച്ഛാ, അച്ഛാ സഹിക്കുന്നതിനൊരു പരിധിയില്ലേ. അച്ഛനൊന്നും അറിയത്തില്ല അച്ഛാ, ഞങ്ങളുടെ അപ്പൻ്റെ സ്വഭാവം അച്ഛനൊന്നും അറിയത്തില്ല. ഞാൻ പിന്നെ ചോദിച്ചു വന്നപ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾ ഇരുന്നുകൊണ്ട് കരയാൻ തുടങ്ങി. ഈ പറഞ്ഞ ജമണ്ടം പിള്ളേര് നിന്ന് ഏങ്ങി കരഞ്ഞോണ്ട് അവർ പറഞ്ഞൊരു കാര്യം, അച്ഛാ ഞങ്ങളുടെ അമ്മേനെ ഉണ്ടല്ലോ, ഞങ്ങൾ കണ്ണ് തുറന്ന നാൾ മുതൽ, ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. എല്ലാ ദിവസവും രാത്രിയിൽ ഞങ്ങളുടെ അമ്മേനെ ഞങ്ങളുടെ അപ്പൻ ഉപദ്രവിക്കും, വേദനിപ്പിക്കും, ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കും. അച്ഛാ മടുത്തിട്ടാ, അച്ഛാ മടുത്തിട്ടാ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്തിനു ഓർത്തോണ്ടാണ് നിന്റെ അപ്പൻ നിന്റെ അമ്മേനെ വേദനിപ്പിക്കുന്നത്? അച്ഛാ കല്യാണത്തിന് മുമ്പ് എന്തോ ഞങ്ങളുടെ അമ്മയുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട്. വർഷം ഇപ്പൊ 10-30 ആയില്ല അച്ഛാ. കല്യാണത്തിന് മുമ്പ് നടന്നൊരു കാര്യത്തെ ഓർത്ത് ഏതോ ഒരുത്തനോട് ഭാര്യയ്ക്ക് എന്തോ ഒരു സ്നേഹം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് എല്ലാ ദിവസവും രാത്രിയിൽ ഈ കുഞ്ഞുങ്ങൾ കണ്ടു വളർന്നൊരു കാര്യം പറയുവാണ്, അച്ഛാ എല്ലാ ദിവസവും രാത്രിയിൽ ആ മനുഷ്യന്റെ പേരും പറഞ്ഞ് ഈ ഞങ്ങളുടെ അമ്മയെ ഞങ്ങളുടെ അപ്പൻ എല്ലാ ദിവസവും മർദ്ദിക്കും. പുറത്തു പറയാതെ ഞങ്ങളുടെ അമ്മ ഇതിങ്ങനെ വീർപ്പുമുട്ടി ജീവിക്കുക. പുറത്ത് പറയാൻ കൊള്ളാവോ? പുറത്ത് പറയാൻ കൊള്ളാവോ? പക്ഷെ പുറത്തുണ്ടല്ലോ മാതൃകാ ദമ്പതികൾ. അച്ഛാ ഞങ്ങളുടെ അമ്മ മനസമാധാനായിട്ട് ഉറങ്ങിയിട്ട് എത്ര നാളുകളായിട്ടുണ്ടാവും? ഞങ്ങൾ കഴിഞ്ഞ ദിവസം അപ്പനെ തല്ലിയെന്ന് പറഞ്ഞില്ലേ? സത്യം അച്ഛാ, ഗതികേട് കൊണ്ട് അച്ഛാ ഞങ്ങൾക്കതിൽ സങ്കടമുണ്ട്. ഈ 3 കുട്ടികളും കൂടെ പറയും ഞങ്ങൾക്കതിൽ സങ്കടമുണ്ട് അച്ഛാ. എന്താ വിഷമം എന്ന് പറയും, ഞങ്ങളുടെ അപ്പനല്ലേ ഗതികേട് കൊണ്ട് ഞങ്ങളുടെ അമ്മയെ തല്ലുന്നത് കണ്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞങ്ങൾ കയറി വട്ടം പിടിച്ചു. അപ്പോൾ ഉടനെ ഞങ്ങളുടെ അപ്പൻ ഞങ്ങളോട് പറഞ്ഞു, എടാ അത് എൻ്റെ ഭാര്യയാണ്, എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യും, ഞാൻ അവളെ തല്ലും, ഞാൻ അവളെ കൊല്ലും, അത് ചോദിക്കാൻ നിങ്ങൾ ആരാടാ, നിങ്ങൾ പോടാ. ഈ കുഞ്ഞുങ്ങളെ പഴയ കുരുടാസുകളല്ല, ഇപ്പൊ നല്ല ജമണ്ടം പിള്ളേരാ. മക്കള് 3 കൂടെ അപ്പൻ്റെ മുമ്പിലോട്ട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അമ്മേനെ അപ്പനൊന്ന് തുടർന്നത് കാണണമല്ലോ. ഉടനെ തുടങ്ങി ഈ അമ്മയെക്കുറിച്ച് വീണ്ടും ഇയാൾ തുടങ്ങി. എടാ മക്കളെ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടടാ, നിങ്ങളുടെ അമ്മ 30 വർഷം മുമ്പ്, എത്ര വർഷം മുമ്പ്? 30 വർഷം മുമ്പ്. കൊള്ളാം, 30 വർഷം മുമ്പുള്ള ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പൻ. ഞാനിത് പറയുമ്പോൾ
ആ കുടുംബത്തിൽ മക്കൾ അപ്പനെ ഉപദ്രവിച്ചതിനെ ന്യായീകരിക്കാനല്ല. ആ സംഭവത്തിന്റെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എവിടുന്നാ തുടങ്ങിയെന്നറിയോ? കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഈ ഭാര്യ നീറി കരയുവാണ്. എല്ലാ ദിവസവും രാത്രിയിൽ ഈ മനുഷ്യൻ ഭാര്യയെ വേദനിപ്പിക്കുന്നതിൽ സുഖം കണ്ടെത്തുന്ന മനുഷ്യൻ, സ്വന്തം ഭാര്യയുടെ ഇന്നലകളിലുണ്ടായ 30 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഏതോ ഒരു സ്നേഹബന്ധത്തെക്കുറിച്ച് ഓർത്തോർത്തോർത്ത് അതിനെക്കുറിച്ച് ദിവസവും പറഞ്ഞ് ഭാര്യയെ ഉപദ്രവിക്കുന്ന, വേദനിപ്പിക്കുന്ന ഭർത്താവ്. ഇങ്ങോട്ട് നോക്കിക്കേ, പേടിക്കണ്ട, പോട്ടയിലുള്ളവരൊന്നും അല്ലെന്ന് അതുകൊണ്ട് വിഷമിക്കണ്ട. പക്ഷെ ഒരു കാര്യം, ഞാനിത് ഇവിടെ നിന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഒത്തിരി മനുഷ്യര് നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ ഉള്ളിലും ചിന്തിക്കണം, എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സ്വഭാവ രീതി ഉണ്ടോ? ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഓർത്തോർത്ത് മറ്റുള്ളവരെ വാക്കുകൊണ്ട് കുത്തി വേദനിപ്പിക്കുന്ന, വാക്കുകൊണ്ട് മറ്റുള്ളവരെ കുത്തി വിഷമിപ്പിക്കുന്ന ചില സ്വഭാവ രീതി നിന്റെ ഉള്ളിലുണ്ടോ? ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറെ നാളുകൾക്ക് മുമ്പ് ഇവിടെ വെച്ച് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വലിയ പ്രമാദമായിട്ടുള്ള ഒരു വിഷയത്തിൽ ഭർത്താവിന് ഭാര്യയുടെ കൂട്ടുകാരിയോട് തോന്നിയ സ്നേഹബന്ധം അത് മകള് കണ്ടുപിടിക്കുന്നു, പ്രശ്നമാവുന്നു. അവസാനം ഭർത്താവ് ഭാര്യയുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു, രമ്യതപ്പെട്ടു. സന്തോഷം. എല്ലാ പ്രശ്നങ്ങളും കോംപ്രമൈസ് ചെയ്ത് പറഞ്ഞൊക്കെ തീർത്തു, പിരിച്ചുവിട്ടു. കുറച്ച് നാളുകൾക്ക് മുമ്പ് അവരുടെ പള്ളിപ്പെരുന്നാളിന്, അവരുടെ ഇടവകയിലെ പള്ളിപ്പെരുന്നാളിന് പ്രസംഗിക്കാൻ ചെന്ന് ഇതൊക്കെ കഴിഞ്ഞ്, പ്രസംഗമൊക്കെ കഴിഞ്ഞ്, കുർബാനയും കഴിഞ്ഞ് പ്രദക്ഷിണത്തിന് തൊട്ട് മുമ്പ് ആൾ സങ്കീർത്തയുടെ പുറകെ നിൽക്കുമ്പോൾ ഈ ഭാര്യയും ഭർത്താവും, അച്ഛാ ഇത് ഞങ്ങളുടെ പള്ളിയാണ് കേട്ടോ, അച്ഛൻ ഞങ്ങളുടെ പള്ളി വന്നല്ലോ. ഞാൻ പറഞ്ഞു സന്തോഷം, എന്തൊക്കെയുണ്ട് വാർത്തകൾ? ഞാൻ ഉടനെ ചോദിച്ചു, സമാധാനം അല്ലേ, സന്തോഷമല്ലേ, പഴയതൊക്കെ തീർന്നല്ലോ, ഇപ്പൊ ഹാപ്പി അല്ലേ? ഉടനെ ഭർത്താവ് പറഞ്ഞു, അച്ഛ എന്നാലും എൻ്റെ ഭാര്യ അവളുണ്ടല്ലോ അത് മുഴുവനായിട്ട് അങ്ങോട്ട് മറന്നിട്ടില്ല അച്ഛാ. ഞാൻ ഭാര്യയോട് ചോദിച്ചു, ചേച്ചി ഇത് സത്യമാണോ? നമ്മൾ അന്ന് പറഞ്ഞ എല്ലാം കോംപ്രമൈസ് ആക്കിയതല്ലേ, എല്ലാം തീർന്നല്ലോ, അന്ന് നമ്മളൊരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ, ഇനി മേലിൽ ഈ പഴയ കാര്യങ്ങളിലേക്ക് പോവില്ല. സത്യ അച്ഛാ? യോ ഞാനോ ഒരു വാക്ക് പോലും? ചേട്ടാ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ ചേട്ടനോട്? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഭർത്താവ് പറഞ്ഞു, അച്ഛാ അവളൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ കുഴപ്പം, ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അച്ഛൻ ഞാൻ ആ വൈകുന്നേരം ആ മൊബൈലും പിടിച്ചോണ്ട് ആ സോഫയിൽ എങ്ങനെ ഒന്ന് ഇരുന്നാലുണ്ടല്ലോ, എൻ്റെ മുമ്പിലൂടെ ഇവള് നടന്നു പോകുമ്പോൾ ഉണ്ടല്ലോ, സാധാരണ നടക്കുന്ന പോലത്തെ താളമല്ല അച്ഛാ. അവളുടെ ആ കാലൊക്കെ ചവിട്ടുമ്പോൾ ഉണ്ടല്ലോ, ഏതോ ആന ചവിട്ടുന്ന പോലെയാ. ആ ചവിട്ട് എൻ്റെ നെഞ്ചിൻ്റെ അകത്തോട്ടാന്ന് എനിക്ക് നന്നായിട്ടറിയാം അച്ഛാ. എൻ്റെ മുമ്പിൽ കൂടെ പതിവില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാതെ നടക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അവസാനം ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ തല ചെറിഞ്ഞുകൊണ്ട് പറയും, ആ ഞാനിതൊന്നും മറന്നിട്ടില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഇതെത്രയേ ഉള്ളൂ അച്ഛാ, ഇത് പോരെ. അവളൊന്നും എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എന്നോട് സംസാരിച്ച കുഴപ്പമില്ല, ഇങ്ങനെ അവിടെ ഇവിടെ നിന്ന് ഒരു കുഞ്ഞു വാക്ക്, ഞാനിതൊന്നും മറന്നിട്ടില്ല കേട്ടോ, എടാ പിള്ളേരെ അപ്പനെ ഒന്ന് നോക്കിയേര് കേട്ടോ, ഇത്ര മതി. ഇതൊക്കെ പറഞ്ഞാൽ എന്നാ അച്ഛാ അർത്ഥം? ഇതൊക്കെ പറഞ്ഞാൽ എന്നതാ അച്ഛാ അർത്ഥം? അച്ഛാ എന്നെ വാക്കുകൊണ്ട് വേദനിപ്പിക്കുവല്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ. ഔസേ പിതാവിന്റെ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഔസേ പിതാവ് എന്നോടും നിന്നോടും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരസ്പരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. പറഞ്ഞു കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ശ്രദ്ധിച്ചേ, ഈ സെന്റ് ജോസഫ് സ്കൂളിൽ പഠിച്ചൊരു മകനുണ്ട്. ആ മകന്റെ പേരെന്താ? ഈശോ. ആ മകൻ എങ്ങനെ വളർന്നു? ആ മകൻ പഠിച്ചത് എവിടെ നിന്നാണെന്നറിയാവോ? അപ്പനിൽ നിന്നാണ് പഠിച്ചത്. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മളും ഈശോയെ പോലെ സെന്റ് ജോസഫ് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളും പഠിക്കേണ്ടത് അപ്പനിൽ നിന്ന്, ഈ സ്കൂളിന്റെ ഈ പ്രധാനപ്പെട്ട വ്യക്തിയിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കണം. ഈശോയെ കുറിച്ചൊരു കുഞ്ഞു വചനം എഴുതിയിട്ടുണ്ട്, പക്ഷെ വളരെ ശ്രദ്ധിക്കണം. അത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാം തിരുവചനം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 8 വേഴ്സ് 11. ഒന്ന് വായിച്ചാലോ? ഈശോ ഇതാ വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ മുമ്പിൽ ഈശോ പറയുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ. അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ,
യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 8 verse 11, neither do I condemn you, go your way, and from now on do not sin again. Praise the Lord. ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക. ഈശോ ഇത് എവിടുന്നാ പഠിച്ചത്? ഈശോ ഈ പെണ്ണിനെ വിധിക്കാമായിരുന്നു. കല്ലെറിയാൻ എല്ലാവരും കൂടെ വന്ന് നിൽക്കുമല്ലേ, പക്ഷെ കല്ലെറിഞ്ഞില്ല. ഈശോ തൻ്റെ ജീവിതത്തിൽ ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. ആ പാഠം ഈശോ അത് പ്രാവർത്തികമാക്കി. ഈശോ ആരിൽ നിന്നാ ഇത് പഠിച്ചത്? പറയൂ, വാ തുറന്നു പറ. അപ്പനിൽ നിന്ന് പഠിച്ചത്. അപ്പന്റെ പേരെന്നതാ? ഔസേപ്പച്ചനിൽ നിന്ന് പഠിച്ച കാര്യമാണതെന്ന്. ഔസേപ്പിൽ നിന്ന് പഠിച്ച കാര്യമാണ് എന്ത്? അപ്പൽ നിന്ന് പഠിച്ച കാര്യം. സ്വന്തം ഭാര്യയെ നാട്ടുകാരുടെ മുമ്പിൽ അപമാനിതയാകാൻ ഇട്ടുകൊടുക്കാത്ത അപ്പൻ, ആ അപ്പനിൽ നിന്ന് ഈ മകൻ ഒരു കാര്യം പഠിച്ചു: ഈ ഭൂമിയിൽ ഞാൻ ആരെയും അപമാനിക്കാൻ ഇട്ടുകൊടുക്കരുത്. നാട്ടുനടപ്പനുസരിച്ച് വേണമെങ്കിൽ അപമാനിക്കാം, കല്ലെറിയാൻ ഇട്ടുകൊടുക്കാം, പക്ഷേ ഈശോ ഇട്ടുകൊടുത്തില്ല. കാരണം ഈശോയുടെ ഉള്ളിൽ അപ്പനിൽ നിന്ന് പഠിച്ചൊരു പാഠമുണ്ട്. എൻ്റെ അമ്മയെ നാട്ടുകാരുടെ മുമ്പിൽ കുറ്റം വിധിക്ക് ഇട്ടുകൊടുക്കാത്ത എൻ്റെ അപ്പൻ, ആ അപ്പന്റെ സ്വഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് മകന് അത്രമേൽ ആഗ്രഹമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ ഔസേപ്പച്ചന്റെ, ജോസഫിന്റെ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന ഓരോരുത്തരുടെ സ്വഭാവത്തിൽ ഈ സ്വഭാവ രീതികൾ വർദ്ധിക്കാൻ തുടങ്ങും. ഈശോയുടെ ഓരോ നിലപാടുകളും ശ്രദ്ധിക്കൂ. ഇതെല്ലാം വളർന്നത് എവിടുന്നാണെന്ന് കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. അത് ജോസഫിന്റെ സ്വഭാവത്തിൽ നിന്നാണ്. സർദി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 11 അധ്യായം 29 തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 11 verse 29. വായിച്ചാലോ? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. കണ്ടോ, വചനം പറയുകയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പലതരം ഉയർത്തിപ്പിടിച്ചേ ഈ വചനം നമുക്ക് നേറ്റു പറയാം. പലതരത്തിൽ ആശ്വാസം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഇതേറ്റു പറഞ്ഞോണം. മത്തായി സുവിശേഷം 11 അധ്യായം 29 തിരുവചനം. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഹല്ലേലൂയ. കൈതാത്തിക്ക് ഈശോ നമ്മളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നത് ഏത് സ്കൂളിൽ പഠിക്കാനാണ്? സെന്റ് ജോസഫ് സ്കൂളിൽ പഠിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഈശോ പറയാണ്, നിനക്ക് ആശ്വാസം വേണോ? ഞാൻ പഠിച്ച സ്കൂളിൽ വന്ന് പഠിച്ചാൽ മതി. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, നിനക്ക് ആശ്വാസം വേണോ? ഞാൻ പഠിച്ച സ്കൂളിൽ വന്ന് പഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറയുന്നത്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ആശ്വാസം തരും. ഈ ആശ്വാസം കിട്ടണമെങ്കിൽ വരൂ, നമുക്ക് ഏത് സ്കൂളിൽ പോയി പഠിക്കാം? സെന്റ് ജോസഫ് സ്കൂളിൽ പോയി പഠിക്കാം. വചനം പറയുന്നു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ. ഞാൻ ആരാണെന്ന്? ശാന്തശീലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയ്ക്ക് ഈ ശാന്തത, ഈ വിനീതമായ ഹൃദയം കിട്ടിയത് എവിടുന്നാ? അപ്പനിൽ നിന്ന് കിട്ടിയ സ്വഭാവം. സെന്റ് ജോസഫ് സ്കൂളിൽ പഠിച്ച ക്വാളിറ്റിയാണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി സുവിശേഷം അല്ലേ, അതിന്റെ 1 അധ്യായം 20 തിരുവചനം വായിച്ചേ. മത്തായി സുവിശേഷം 1 അധ്യായം 20 തിരുവചനം. സെന്റ് ജോസഫ് സ്കൂളിൽ പഠിക്കുവാണേ, വായിച്ചോളൂ. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട.
അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു. ആരെക്കുറിച്ചാ പറയണത്? ജോസഫിനെ കുറിച്ച്. ജോസഫിന്റെ അവസ്ഥ എന്താ? ഹൈ ടെൻഷൻ ഉണ്ടാകേണ്ട ഒരു സമയം. കാരണം കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണ് ദേ ഗർഭിണിയായിരിക്കുന്നു. നമ്മളിത് വെറുതെ വായിച്ചു പോകാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചേ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം നിങ്ങളുടെ കല്യാണം. ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണ് ഗർഭിണിയായിരിക്കണമെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? എങ്ങനെ പ്രതികരിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ആണോ? അല്ലെന്ന്. ഇതൊക്കെ ഇവിടെ വരുമ്പോഴല്ലേ ഉള്ളൂ. നമ്മളൊരു വിഷയത്തിൽ ഇത്രമേൽ ആശങ്കപ്പെടാൻ, അസ്വസ്ഥപ്പെടാൻ വേറെ കാരണം വേണോ? ഈ കല്യാണം മുടങ്ങിപ്പോകാൻ വേറെ കാരണം വേണോ? വേണോ? ഗർഭിണിയൊന്നും ആവേണ്ട. ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ചിന്തിച്ചേ. നിങ്ങൾ നിങ്ങളുടെ മകൻ്റെയോ നിങ്ങളുടെ മകളുടെയോ കല്യാണ ആലോചന വരുമ്പോൾ, നിങ്ങൾ ഈ പെണ്ണിനെ കുറിച്ചോ ചെറുക്കനെ കുറിച്ചോ അന്വേഷിച്ചു വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു നെഗറ്റീവായ കാര്യം കേട്ട് കഴിഞ്ഞാൽ അതൊന്നും സാരമില്ല എന്നാണോ പറയുന്നത്? അല്ല. നിങ്ങൾ കൂലങ്കഷമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. കൂലങ്കഷമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. കഴിഞ്ഞ ദിവസം ഒരു അപ്പനും മകളും, മകള് ഡോക്ടറാണ്, മകളെ കൊണ്ടുവന്നിട്ട് അപ്പം പറഞ്ഞു, അച്ഛാ ഇവളുടെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തണം. ടെൻഷനാണ് അച്ഛാ, ടെൻഷൻ. ഉറക്കമൊന്നും ഇല്ല രാത്രിയിൽ. ആർക്ക്? അപ്പന്. മകള് കൂൾ. മകള് പറഞ്ഞു, ഈ അപ്പന് ഇത് എന്തിൻ്റെ കേടാ? അപ്പന് ഉറക്കയില്ലെന്ന്. അപ്പനേക്ക് ഇത് എന്തിൻ്റെ എന്തിന്? അപ്പൊ ഒരു മകളുടെ മകന്റെ കല്യാണം നടത്തുമ്പോൾ മക്കളെക്കാളും ടെൻഷൻ ആർക്കാ? അപ്പനും അമ്മയ്ക്കുവാ. അവർക്ക് ഉറക്കയില്ല. അവർക്ക് ആലോചിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല. ടെൻഷൻ 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 ടെൻഷൻ. നമ്മൾ ചിന്തിച്ചേ, തിരുവചനത്തിൽ പറയുന്നൊരു കാര്യം എന്നാണെന്നറിയോ? ഹൗസേ പിതാവ് ഈ ടെൻഷൻ അടിച്ചിരുന്നപ്പോഴും നന്നായി ഉറങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഉറങ്ങണ്ടേ? ഉറക്കം കിട്ടുമോ? നിങ്ങൾ ആലോചിച്ചേ. നിങ്ങൾക്ക് അത്രമേൽ സീരിയസ് ആയ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് ഉറക്കം കിട്ടുമോ? ചില ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അവർക്കിപ്പോൾ സുനാമി വന്നാലെന്ത്, വേൾഡ് വാർ വന്നാലെന്ത്, അവരുറങ്ങും. അല്ല, അവരിവിടെ വന്നിരുന്ന് ഉറങ്ങുന്നു. ആയിക്കോട്ടെ, നല്ല മനുഷ്യർ, സമാധാനമുള്ളവർ. ഇങ്ങോട്ട് നോക്കൂ. അതായത് നമ്മുടെ സ്വസ്ഥത പോയാൽ ആദ്യം പോകുന്ന സാധനം ഉറക്കാണ്. പിന്നെ ഇങ്ങനെ കിടന്നോട്ട് തലയ്ക്കകത്തിട്ട് തീ കത്താൻ തുടങ്ങും. അസ്വസ്ഥത വരാൻ തുടങ്ങും. ഉറക്കമില്ല. കാരണം എന്താ? അത്രമേൽ ഭാരപ്പെട്ടൊരു വിഷയം. പക്ഷെ ഔസേ പിതാവിനെ കുറിച്ച് പറയുന്നു, ഈ മനുഷ്യന്റെ പ്രത്യേകത, ഇത്രയും ഭാരപ്പെട്ട സംഭവത്തിന് മുമ്പിലും ഈ മനുഷ്യൻ ശാന്തനായിരുന്നു, സ്വസ്ഥനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കാൻ തക്കവിധം ആ മനുഷ്യന്റെ മനസ്സ് പാകപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആ ദൂതൻ വന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. തിരിച്ചൊന്നും പറഞ്ഞില്ല. ശാന്തനായിരുന്നു. ഈ ശാന്തതയാണ് ആർക്ക് കിട്ടിയത്? പറ. ഈശോയ്ക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഞാൻ ആരാണ്? ശാന്തശീലനാണ്. എൻ്റെ അപ്പനിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഇതാണ്. എൻ്റെ അപ്പനിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ്. എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ ഒത്ത നടുവിൽ ശാന്തതയോടുകൂടെ, ആത്മസംയമനത്തോടുകൂടെ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ശാന്തത ഔസേ പിതാവ് തരും. പറഞ്ഞു കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് ജീവിതത്തില് അല്ലെ, നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ അയ്യോ ഇപ്പൊ ഭൂമി പിളർന്ന് താഴ്ത്തോട്ട് പോയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന ചില ഘട്ടങ്ങൾ. അത്രമേൽ തീ കത്തുന്ന അവസ്ഥയുടെ മുമ്പിലും ശാന്തത, സ്വസ്ഥത, ഭാരമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു അവസ്ഥ കിട്ടണമെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതം അതിനു മുമ്പേ പരുവപ്പെട്ടതായിരിക്കണം. ആ ജീവിത സാഹചര്യങ്ങളെ നേരിടുന്നതിന് ഒരു പാകത വന്നിട്ടുണ്ടാവണം. അല്ലാതെ ഒറ്റയടിക്ക് ഒരു ദിവസം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഒരു വാർത്ത കേട്ട് അപ്പം തന്നെ ചിലർ ബോധം കെട്ട് വീഴുന്നു, ചിലർ പ്രതികരിക്കുന്നു. എന്നാൽ ഔസേപ്പ് ഇതൊന്നും പ്രതികരിക്കാതെ നിന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ രീതിയിൽ പാകപ്പെട്ടൊരു മനസ്സുണ്ട്.
സ്വസ്ഥമായൊരു മനസ്സുണ്ട്, ഏത് പ്രതിസന്ധികളെയും കൈകാര്യം ചെയ്യാൻ നേടിയിട്ടുള്ളൊരു മനസ്സുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഇടവന്നു. ക്യാൻസർ രോഗിയായിരുന്ന ഭർത്താവ് മരിച്ചു. അപ്പോൾ ഈ മനുഷ്യന്റെ ശവസംസ്കാരത്തിന് ചെല്ലുമ്പോൾ ശവപ്പെട്ടിയുടെ സൈഡിലിരിക്കുന്ന ഭാര്യ. നാളുകളോളം ഈ ഭർത്താവ് കിടപ്പിലായിരുന്നു. വലിയ സഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം, വലിയ സഹനത്തിലൂടെ കടന്നു പോകുന്ന കുടുംബം. അതിനിടയിലാണ് ഈ ഭർത്താവ് നഷ്ടപ്പെട്ടത്. മരണത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഈ സഹോദരി വീണ്ടും കണ്ടു. ഈ വീണ്ടും കണ്ടപ്പോൾ ഈ സഹോദരിയുടെ മുഖം വളരെ ശാന്തമാണ്, വളരെ ശാന്തമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ശാന്തത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഈ കടലിന്റെ തിരമാലകളുടെ ഈ വലിപ്പവും ബഹളവും എല്ലാം എവിടെയാ ഉള്ളത്? കരയിലാ ഉള്ളത്, അല്ലേ? ഉൾക്കടലിലോട്ട് ചെല്ലും തോറും എന്താണുള്ളത്? ശാന്തത, സ്വസ്ഥത, സ്വസ്ഥത. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സ്ത്രീയോട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, എങ്ങനെ പോകുന്നു സാഹചര്യം? അച്ഛാ ശാന്തമാണ്, അച്ഛാ ശാന്തമാണ്. ജീവിത പങ്കാളിയുടെ മരണത്തിന് ശേഷം ഇങ്ങനെ ശാന്തമാണെന്ന് പറയണമെങ്കിൽ ഈ സ്ത്രീ ഇതിനു വേണ്ടി പാകപ്പെടുത്തിയെടുത്തിയ ഒരു മനസ്സുണ്ടെന്ന്, ഒരു മനസ്സുണ്ട്. എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു ഭാരവുമില്ല. കാരണം അന്തോനിസ് പുണ്യവാളിനെ പോലെ, യൂദാ തദേവുസിനെ പോലെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ തലയ്ക്ക് മുകളിലുണ്ട്. എനിക്ക് ഭാരമില്ല അച്ഛാ എന്ന് പറഞ്ഞാൽ, ജീവിത പങ്കാളിയുടെ മരണത്തെ ഒരു ദൈവീകമായി മനസ്സിലാക്കി ശാന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പലർക്കും കിട്ടാതെ പോകുന്നതാണ്. നമ്മുടെ ടെമ്പറമെന്റ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ഔസേ പിതാവിനെ കൂട്ടിന് പിടിക്കണം. ഔസേ പിതാവ് വളരെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്തു, വളരെ ശാന്തമായിട്ട്. ഹല്ലേലൂയ. ഈ ശാന്തതയാണ് ഈശോയുടെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നിന്റെ അപ്പനിൽ നിന്ന് നീ പഠിക്കണം. ഓ എന്ന് പറഞ്ഞാൽ അപ്പൻ മരിച്ചു പോയിട്ടുണ്ടാവും, പേടിക്കണ്ട, നമുക്ക് സ്വർഗസ്ഥനായ ഒരു അപ്പനുണ്ട്, അപ്പൻ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഔസേ പിതാവിൽ നിന്ന് പഠിക്കാമെന്ന്. ശാന്തത പഠിക്കണം, സ്വസ്ഥത പഠിക്കണം, മനസമാധാനം പഠിക്കണം. മറ്റൊരു വചനം വായിച്ചേ, യെശയ്യായുടെ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം. ഈശോയെക്കുറിച്ച് ഒരു വലിയ പ്രവചനമാണ്. യെശയ്യാ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് ഈശോയെക്കുറിച്ചൊരു പ്രവചനം നടത്തിയിരുന്നു. ഒന്ന് വായിച്ചാലോ? യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം ചാപ്റ്റർ 53 വേഴ്സ് 7, 7-ാം വചനം. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈശോയെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഈശോയ്ക്ക് ഈ മൗനം പാലിക്കാൻ കിട്ടിയ ട്രെയിനിങ് ആരിൽ നിന്നാണ്? അപ്പനിൽ നിന്നാണ്. ജോസഫിൽ നിന്ന് കിട്ടിയ ക്വാളിറ്റിയാണത്. മൗനം പാലിച്ചു. പ്രതികരിക്കാമായിരുന്ന പല സന്ദർഭങ്ങളില്ലേ? നിങ്ങൾ ചിന്തിച്ചേ, ഇങ്ങോട്ട് നോക്കിക്കേ. ആ കുരിശെ കയറ്റി മരണപ്പെടുന്ന സമയമുണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അങ്ങേയറ്റം തീവ്രമായ വേദനയുടെ സമയം. കുരിശേൽ ഇങ്ങനെ ജീവിതത്തിൽ അങ്ങേയറ്റം ഭാരപ്പെടുന്ന സമയം താഴത്ത് നിന്നുകൊണ്ട് പട്ടാളക്കാര് പലതരത്തിൽ പറഞ്ഞ് കളിയാക്കുന്നു. നിനക്ക് ധൈര്യമുണ്ട്, ഇറങ്ങി വാടാ. നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? ശരിയാ, കുരിശുമരണമൊക്കെ നേടാം, 2 പറഞ്ഞിട്ട് ചത്താ മതിയായിരുന്നു. ഇവന്മാരാര്? ഇവന്മാരോട് 2 പറയണം. ഈശോ മൗനം പാലിച്ചു. നമ്മുടെ കുടുംബ ജീവിത വഴികളിൽ നമുക്ക് വേണ്ട വലിയൊരു കൃപയെക്കുറിച്ചാണ് വചനം പറയുന്നത്. മൗനം പാലിക്കാൻ. ചില സമയങ്ങൾ പൊട്ടിത്തെറിക്കാൻ തോന്നും, പക്ഷേ പൊട്ടിത്തെറിക്കരുത്, മൗനം വിടരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൊട്ടിത്തെറിക്കാൻ തോന്നും, ഇപ്പൊ അടി കൊടുക്കാൻ തോന്നും, ഇപ്പൊ ബഹളം വെക്കാൻ തോന്നും, ഇപ്പൊ അങ്ങോട്ട് ആദ്യം ചാടരുത്.
ചാടരുത്. മൗനം, ശാന്തത, സ്വസ്ഥത വളരെ പ്രധാനം. കുടുംബം മുമ്പോട്ട് നീങ്ങണോ? സമാധാനം വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ ചാടിക്കടിക്കരുത്. ചാടിക്കടിക്കരുത് കേട്ടല്ലോ. ശാന്തത വേണം. അതിരുന്ന് ഉറങ്ങി ഉരുണ്ട് വീഴാറായി. ചാടിക്കടിക്കരുതെന്ന് പറ. അതിനുള്ള ശേഷി ഇല്ല. ഇങ്ങോട്ട് നോക്കൂ കേട്ടോ. സ്വസ്ഥത വേണം, സമാധാനം വേണം. ഔസേപ്പിതാവിനെ കുറിച്ച് വചനം പറയുന്നവൻ ശാന്തനായിരുന്നു. നിങ്ങളൊന്ന് വചനം വായിച്ച് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 19. മത്തായി 1:19. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതെ, ഔസേപ്പിതാവ് എടുത്ത നിലപാട് ശാന്തത, മൗനം, സ്വസ്ഥത. ബഹളം വെച്ചില്ല. വേണമെങ്കിൽ വഴി അടിയുണ്ടാക്കാം, ബഹളം ഉണ്ടാക്കാം, തല്ലാൻ പോകാം, നാട്ടുകാരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കാം, യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ട് നാണം കെടുത്താം. പക്ഷെ ഒന്നിനും മുതിർന്നില്ല. 1-ാം അധ്യായം 24-ാം തിരുവചനം വായിച്ച് 1:24. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഔസേപ്പ് തിരിച്ചൊന്നും ചോദിച്ചില്ലെന്ന്. ദൈവത്തോട് മറുതലിക്കാൻ പോയില്ല. യെസ്, ശാന്തത, സ്വസ്ഥത. കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് പേരൻസിന് വേണ്ട ഒരു ക്വാളിറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വസ്ഥത, ശാന്തത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ഈ ശുശ്രൂഷയിൽ കൂടുന്നത് കൂടുതലും പേരൻസ് ആണ്. മാതാപിതാക്കൾ ഒന്ന് കൈപൊക്കിക്കുക. മാതാപിതാക്കൾ എല്ലാവരും തന്നെ മാതാപിതാക്കളാണ്. ശ്രദ്ധിച്ചേ, നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് ഏത്? ശാന്തത. ശാന്തത കൈവിടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശാന്തത കൈവിടരുത്. ശാന്തത കൈവിട്ട കയ്യിന്ന് പോവും, താളം തെറ്റും. കാരണം കുടുംബത്തിന്റെ അവസ്ഥ, എല്ലാവരും പല സ്വഭാവക്കാരല്ലേ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ 4 പേരുണ്ടെന്ന് വിചാരിച്ചോ. ഭാര്യയും ഭർത്താവും 2 പിള്ളേരും. ഈ 2 കുട്ടികളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? ഒരേപോലെ ആയിരിക്കുമോ? അല്ല, രണ്ടും 2 സ്വഭാവം. ഒരെണ്ണം പഠിക്കും, ഒരെണ്ണം പഠിക്കുകയില്ല. ഒരെണ്ണം പള്ളിയിൽ പോകും, ഒരെണ്ണം പള്ളിയിൽ പോവുകയില്ല. ഒരെണ്ണത്തിന് ചായ ഇഷ്ടം, മറ്റതിന് കാപ്പി ഇഷ്ടം. ഒരെണ്ണത്തോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മറ്റത് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും 2 സ്വഭാവം. ഇത് കാണുമ്പോഴത്തേക്ക് പേരൻസ്, മാതാപിതാക്കൾക്ക് സ്വാഭാവികമായിട്ടും അരിശം, ദേഷ്യമൊക്കെ വരും. പക്ഷേ ശാന്തത, സ്വസ്ഥത വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞ ചാടിക്കടിക്കരുത്. ഔസേപ്പിതാവിന്റെ സ്കൂളിൽ പഠിക്കുന്ന ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് ചാടിക്കടിക്കരുത്. സ്വസ്ഥത വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു മിടുക്കൻ ചെറുക്കൻ, കുടുംബത്തില് 3 മക്കളുടെ ഇളയ ചെറുക്കനാണ്. മിടുക്കൻ ചെറുക്കൻ. പേരൻസ് 2 പേരും ടീച്ചേഴ്സാണ്. എല്ലാ ദിവസവും ഈ ഇളയ ചെറുക്കൻ പഠിക്കാൻ അത്ര ബുദ്ധി ഇല്ലാത്തത് കൊണ്ടും അവൻ്റെ ഒരു സ്വഭാവ രീതി ബാക്കി 2 പേരെ പോലെ ഇച്ചിരി വ്യത്യസ്തമാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഇവൻ ചെറുപ്പം മുതൽ കേൾക്കുന്നൊരു വാക്കുണ്ട്. അപ്പനും അമ്മയും കൂടെ പറയും, അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് പോലീസ് സ്റ്റേഷനിൽ ക്വസ്റ്റ്യൻ ചെയ്യും. നിന്നെ എന്തിനു കൊള്ളാടാ? നിന്നെ എന്തിനു കൊള്ളാം? നിന്റെ ചേട്ടൻ ചേച്ചിയും കണ്ടുപിടിക്കും. നിന്നെ എന്തിനു കൊള്ളാം? ബുദ്ധിയില്ലാത്തവനെ, നിന്നെ എന്തിനു കൊള്ളാം? ഈ ടീച്ചേഴ്സിൻ്റെ അഭിമാനമാണ്. അവരുടെ സ്കൂളിൽ തന്നെയാണ് അവൻ പഠിക്കുന്നത്. നല്ല പോലെ പഠിക്കണം. പക്ഷെ ആ ചെറുക്കൻ അത്രയും പഠിക്കാൻ കഴിവില്ല. അവൻ്റെ സ്വഭാവത്തിൽ അങ്ങനെ ഇല്ല. പക്ഷെ അവൻ വേറെ രീതികളിലൊക്കെ മിടുക്കനാണ്. ടെക്നിക്കലി അവൻ വളരെ മിടുക്കനാണ്. പക്ഷേ അപ്പനും അമ്മയും കൂടെ എല്ലാ ദിവസവും ഇവനെ ഇരുത്തിക്കൊണ്ട് ഇവനോട് പറയണത്, ഇവൻ എന്തിനു കൊള്ളാം? ഇവൻ എന്തിനു കൊള്ളാം? ഇവൻ എന്തിനു കൊള്ളാം? ഇതേ കണ്ടു നോക്ക്, നിന്റെ ചേട്ടനും ചേച്ചീനും കണ്ടുപിടിക്കണം. ഇവനിങ്ങനെ വളർന്നു വരുമ്പോൾ കുറേ നാൾ ഇങ്ങനെ കേട്ട് 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 വളർന്നു വന്നു. അവസാനം അവൻ്റെ ഉള്ളിൽ അരിശ അങ്ങോട്ട് കൂടാൻ തുടങ്ങി. ആരോട്? ചേട്ടനോടും ചേച്ചിയോടും. അവർ കാരണമാണല്ലോ ഞാനീ സഹിക്കുന്നത്. അവർ ചെയ്യുന്നതിന് നേർ വിപരീതം അവൻ ബോധപൂർവം പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നെ +1 +2 ഒക്കെ കഴിഞ്ഞ ഈ നാളുകളിൽ അവൻ തലമുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്താൻ തുടങ്ങി. കയ്യിൽ അവൻ എങ്ങാണ്ടെന്ന് പോയിട്ട് പച്ചയൊക്കെ കുത്തിക്കൊണ്ടുവന്നു. അവൻ്റെ ഡ്രസ് രീതികൾ മാറാൻ തുടങ്ങി. പള്ളി പോക്ക് കുറച്ചു. അവനിപ്പോൾ ഏതോ അന്യഗ്രഹ ജീവിനെ പോലെയാണ് അവൻ്റെ നടപ്പും ജീവിതവും ഒക്കെ. ഈ അപ്പനും അമ്മയും കൂടെ പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്കുണ്ടായതാണ് ഇവൻ, ഞങ്ങളുടെ കുടുംബത്തിന് ചീത്തപ്പേര് കേൾപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അച്ഛാ അവനെ എന്തെങ്കിലും ചെയ്, ഒന്നില്ല കൊണ്ട പോട്ടയിലോ ഡിവൈനിലോ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോക്കോ, ഞങ്ങൾക്ക് വേണ്ട. ഒരപ്പനും അപ്പനും ഭാര്യയും ഭർത്താവും കുടുംബത്തിലെ അപ്പനും അമ്മയും കൂടെ ഒരു മകനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ
ആ മകൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന മാനസിക അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവൻ കൂടുതൽ വിപ്ലവകാരിയായിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ റിബല്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവനോട് ഞാൻ സംസാരിച്ച അവസരത്തിൽ ഇവൻ എന്നോട് പറഞ്ഞത്, അച്ഛാ, അച്ഛൻ കേട്ട കാര്യം കണ്ടല്ലോ, ഇത് തന്നെയാണ് അച്ഛാ ചെറുപ്പകാലം മുതൽ ഞാൻ കേൾക്കുന്നത്. അച്ഛാ, എനിക്ക് എൻ്റെ ചേട്ടനെയും ചേച്ചീനെയും പോലെ അത്രമേൽ പഠിക്കാനുള്ള കഴിവൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ, ഞാൻ അത്ര ചീത്ത ചെറുക്കനൊന്നും അല്ലച്ചാ. പക്ഷെ എന്നെ ഉണ്ടല്ലോ, എൻ്റെ അപ്പനും അമ്മയും കൂടെ ചീത്തയാക്കിക്കൊണ്ടിരിക്കുക. ഈ തലമുടി നീട്ടി വളർത്തുന്നതും കയ്യിൽ പച്ച കുത്തിയതും എൻ്റെ വേഷവിധാനങ്ങളൊക്കെ എൻ്റെ അപ്പനോടും അമ്മയോടുമുള്ള പ്രതികരണമാണച്ചാ, എൻ്റെ പ്രതിഷേധമാണച്ചാ. ഇവ ചെറുക്കം പറയുക, രാത്രിയിലൊക്കെ കയറി വരും, 10-11 മണി ഞാൻ കയറി വരും. ഇവൻ കയറി വന്നിട്ട് ചിലപ്പോൾ അപ്പം തന്നെ പോകും. അപ്പൻ കഴിഞ്ഞ ദിവസം ഈ ചെറുക്കനെ വട്ടം പിടിച്ചു. പോകാൻ പറ്റത്തില്ല, ഇത് എൻ്റെ വീടാണ്. ഇയാൾ ആര്? അങ്ങോട്ട് മാറിക്കപ്പ എന്ന് പറഞ്ഞ് അപ്പനിട്ടൊരു തട്ടും കൊടുത്തിട്ട് അവൻ ഇറങ്ങിപ്പോയി. അത്ര എത്തിയപ്പോഴാണ്, കയ്യിൽ നിന്ന് പോയെന്നറിഞ്ഞപ്പോഴാണ് അപ്പൻ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അത്രയൊക്കെ എത്തിയെന്നറിഞ്ഞപ്പോഴാണ് നമ്മുടെയൊക്കെ സാന്നിധ്യം ആവശ്യപ്പെട്ട് വിളിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ കുടുംബത്തിൽ 3 കുട്ടികളുണ്ടെങ്കിൽ 3 എണ്ണത്തിനെ ഒരുപോലെ സ്നേഹിച്ചോണം. അവിടെ പോയി കമ്പാരിസൺ നടത്തരുത്. ഈ ചെറുക്കനോട് ചെറുപ്പകാലം മുതൽ ഇവൻ കേട്ട് വളരുന്നൊരു കാര്യം, അവൻ്റെ തലയ്ക്കകത്തേക്ക് അസ്വസ്ഥത. സ്വന്തം ചേച്ചിയോടും ചേട്ടനോടും അവന് തോന്നുന്ന അരിശം. വീട്ടിൽ അപ്പനും അമ്മയും ദിവസവും പറയും, നിന്നെ എന്തിനു കൊള്ളാടാ, നിന്നെ എന്തിനു കൊള്ളാടാ, നിന്നെ എന്തിനു കൊള്ളാടാ. അവൻ്റെ തലയിൽ ഭ്രാന്തായിട്ട് മാറി. അവൻ അസ്വസ്ഥനാകാൻ തുടങ്ങി. ഔസേപ്പിതാവിൻ്റെ സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്തെന്നറിയോ? ചില കാര്യങ്ങളിൽ മൗനം, ശാന്തത, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ആത്മസംയമനം. അങ്ങനെ കിട്ടിയത് കൊണ്ടാണ് ഈശോ തൻ്റെ ജീവിത വഴികളിൽ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചത്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. കൊല്ലാൻ കൊണ്ടുപോകുന്ന ചെമ്മരിയാടിനെ പോലെ ദേ അവൻ നിശബ്ദനായിട്ട് നിന്നു. ഇതൊക്കെ പഠിച്ചത് എവിടുന്ന? ഔസേപ്പിതാവിന്റെ ജീവിതം. അപ്പൽ നിന്ന് ആ മകൻ പഠിച്ചെടുത്തതാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തൊരു വചനം കൂടെ വായിച്ച ലൂക്കാസ് വിശേഷം 23-ാം അധ്യായം അതിന്റെ 47-ാം തിരുവചനം. സെലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 23 വേഴ്സ് 47. ഈശോയെ കുറിച്ച്, ഈശോയുടെ കുരിശു മരണ സമയത്ത് ഒരു കാര്യം വെളിപ്പെട്ടു. വായിച്ചാലോ? 23:47. 23 സെലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 23 വേഴ്സ് 47. വായിച്ചേ. ഈ സംഭവങ്ങളെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. ആരായിരുന്നു? നീതിമാനായിരുന്നു. കുരിശേൽ കിടക്കുന്ന ഈശോയെ കണ്ടുകൊണ്ട് ഇതാ തൊട്ട് മുമ്പിൽ നിന്നൊരാൾ പറയുകയാണ്, ഇവൻ നീതിമാനായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവൻ നീതിമാനായിരുന്നു എന്ന് പറയുമ്പോൾ ഇവന്റെ അപ്പനെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? മത്തായി സുവിശേഷം 1-ാം അധ്യായം 19-ാം തിരുവചനം. എന്താ എഴുതിയിരിക്കുന്നത്? അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും. കണ്ടോ? നീതിമാനാകയാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകൻ നീതിമാനായത് അപ്പൽ നിന്ന് പഠിച്ചതാണ്. അപ്പൽ നിന്ന് പഠിച്ചതാണ്. ഇന്നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ എന്തു ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് ഇത് ഔസേപ്പിതാവിന്റെ സ്കൂളിൽ നമ്മൾ പഠിച്ച് ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നമ്മുടെ സംസാരത്തെ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ, നിന്റെ സംസാരത്തെ സൂക്ഷിക്കണം. സൂക്ഷിക്കണം. യെസ്. ഇത് പറയുമ്പോൾ സത്യത്തിൽ തൊട്ടടുത്ത് ഇരിക്കേണ്ടത് ആരാ? ഭർത്താവ്, ഭാര്യ, അമ്മായി അമ്മ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് ശരിയായത്. അതായത് നമ്മുടെ സംസാരത്തിൽ നമ്മൾ സൂക്ഷിക്കണം. സംസാരത്തിൽ സൂക്ഷിച്ചില്ലെങ്കിൽ കുടുംബത്തിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന്. പട്ടം കിട്ടി ഈ പോട്ട ആശ്രമത്തിൽ വർഷങ്ങളോളം, 4 വർഷത്തോളം പോപ്പുലർ മിഷൻ ധ്യാന ശുശ്രൂഷയിലായിരുന്നു. പോപ്പുലർ മിഷൻ ധ്യാനം ഒരു 20 വർഷമാകുന്നു. വർഷങ്ങളേറെ കടന്നുപോയി. ബഹുമാനപ്പെട്ട റോമുളസ് നെടുഞ്ചാലിൽ അച്ഛൻ പ്രിയപ്പെട്ട അച്ഛന്മാരുടെ കൂടെ പല പല സ്ഥലങ്ങളിൽ പോപ്പുലർ മിഷൻ ധ്യാന ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ ഈ വല്യച്ഛന്മാരൊക്കെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അവർ പഠിപ്പിക്കുന്നത് ശ്രദ്ധയോടെ ഞങ്ങൾ നോക്കി നിൽക്കും.
ഒരു പോപ്പുലർ മിഷൻ ധ്യാന അവസരത്തിൽ ഒരു വീട്ടിൽ വളരെ പേരും പ്രശസ്തിയുമുള്ള പക്ഷെ ഇപ്പോൾ ക്ഷയിച്ചു കിടക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൽ എന്തൊക്കെയോ തകർച്ചകളുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ കൂടെയുള്ള പ്രായമുള്ള വല്യച്ഛനെയാണ് അവർ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ അച്ഛൻ്റെ കൂട്ടത്തിൽ ഞങ്ങളും കൂടെ പോയി. എൻ്റെ ആഗ്രഹം ഈ അച്ഛൻ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് എനിക്കൊന്ന് കാണണം, ഈ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യുന്നുവെന്നൊന്ന് കാണണം. കുടുംബക്കത്തിലുള്ള എല്ലാവരും വിളിച്ച് അച്ഛൻ ഇങ്ങനെ നിർത്തി, അവരുടെ പ്രാർത്ഥനാ മുറിയിൽ നിർത്തി. എന്നിട്ട് അച്ഛൻ ശാന്തമായിട്ട് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അച്ഛന് പരിശുദ്ധാത്മാവ് ഒരു വചനം ഓർമ്മയിൽ കൊണ്ടുവന്ന് കൊടുത്തു. ആ വചനം ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലർക്കും ഗുണകരമായൊരു വചനമാണ്. സഭാപ്രസംഗകന്റെ പുസ്തകം, ബൈബിളിലെ ഒരു കുഞ്ഞു പുസ്തകമാണല്ലോ സഭാപ്രസംഗകന്റെ പുസ്തകം. 5-ാം അധ്യായം 6-ാം തിരുവചനം, ചാപ്റ്റർ 5 വേഴ്സ് 6. എക്ലസിയാസ്റ്റസ്, സഭാപ്രസംഗകന്റെ പുസ്തകം, ചാപ്റ്റർ 5 വേഴ്സ് 6. നല്ല വചനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രായമുള്ള വല്യച്ഛൻ അവിടെ നിന്ന് എല്ലാവരോടും കൂടെ ഈ വചനം അങ്ങോട്ട് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം ഈ വചനത്തിൽ ഉത്തരമുണ്ട്. ആ വചനം വായിച്ചേ. നിന്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ. തെറ്റുപറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത്. വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന്? കേട്ടല്ലോ വചനം. പലതകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞോ. നിന്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ. തെറ്റുപറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത്. വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന്? ഹല്ലേലൂയ. നിന്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ. എന്നിട്ട് ആ വചനം ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്, വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം. ആ വല്യച്ഛൻ പറഞ്ഞു വെച്ചത് ഇതാണ്, നിങ്ങളുടെ കുടുംബത്തിന്റെ അധ്വാനത്തിന്റെ ഫലം മുഴുവൻ നിങ്ങളുടെ സംസാരം വഴി ചോർന്നു പോകുന്നു. ഇത് നഷ്ടപ്പെട്ടു പോകുന്ന നിങ്ങളുടെ കുടുംബത്തിലെ സംസാരം വഴിയാണ് എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ പരസ്പര സംസാരം ചെന്ന് അവസാനിക്കുന്നത് പരസ്പരം കലഹത്തിലും ദുഃഖത്തിലും ഭാരത്തിലുമാണെന്നാണ് ആ വചനത്തിന്റെ അർത്ഥം. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മുടെ കുടുംബം ഐശ്വര്യമുണ്ടാകാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മളേറെ കഷ്ടപ്പെട്ടും ത്യാഗം സഹിച്ചും നമ്മുടെ കുടുംബത്തെ ഒന്ന് മെച്ചപ്പെടുത്തി വരുമ്പോൾ ഒട്ടുമുക്കാലും കുടുംബങ്ങളിൽ രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങുന്നത് കണ്ണുനീരിലും ദുഃഖത്തിലുമാണെങ്കിൽ പകല് മുഴുവൻ നമ്മൾ അധ്വാനിച്ച് നേടുന്നത് എന്ത്? അല്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു വീട്ടില് ആദ്യം എഴുന്നേൽക്കുന്നത് ആരാ? വീട്ടില് അമ്മ. അവസാനം കിടക്കുന്നത് ആരാ? അമ്മ. ഈ അവസാനം കിടക്കുന്നതിന് മുമ്പ് ഈ അമ്മ ഏത് പ്രവൃത്തി ചെയ്യുന്നു? ശ്രദ്ധിച്ചിട്ടില്ലേ? പാത്രങ്ങളൊക്കെ അടുക്കളയിൽ കഴുകി വെക്കുന്നു, അല്ലേ? പാത്രങ്ങളൊക്കെ അടുക്കളയിൽ കഴുകി വെക്കുമ്പോൾ ഈ കഴുകി വെക്കുന്നു ഒരു ദിവസത്തെ അധ്വാനം മുഴുവൻ അവസാന ഭാഗത്തെ റൗണ്ടാണ് എന്ത്? പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നു. എന്നിട്ട് വേണം പോയി കിടന്നുറങ്ങാൻ. കുഞ്ഞു പ്രാർത്ഥനയും ചൊല്ലിയിട്ട് കിടക്കും. അപ്പൊ ഈ അവസാനം പാത്രം കഴുകുന്ന സമയത്ത് ഈ അമ്മയുടെ മാനസികാവസ്ഥ എന്താണ്? മാനസികാവസ്ഥ, അമ്മ നോക്കുമ്പോൾ മകൾ ദേ അപ്പുറത്ത് സോഫയിലിരുന്ന് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു, അമ്മ പാത്രം കഴുകുന്നു. അപ്പോൾ ഈ അമ്മയുടെ മാനസികാവസ്ഥ എന്താണ്? അമ്മ പറയുകയാണ്, ദൈവമേ, എനിക്ക് ഇന്ന് പാത്രം കഴുകാൻ കിട്ടിയ അവസ്ഥയോർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മോളെ, നീ വരണ്ട കേട്ടോ, നീ അവിടെ ഇരുന്നുകൊണ്ട് റീൽസ് കണ്ടോണ്ടിരുന്നു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പാത്രം കഴുകാൻ കിട്ടിയ അവസരത്തിന് നന്ദി പറയുന്നു. ആണോ? അല്ലല്ലോ. ഈ അമ്മയുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സമയത്ത് ചില പദങ്ങളൊക്കെ നേരെ അസ്ത്രം പോലെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുന്ന അവളുടെ നെഞ്ചത്തോട്ട് ചെല്ലും, അല്ലേ? നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ചില നിന്നൊക്കെ പോലും അല്ലേ? നിങ്ങൾ ഓർത്ത് നോക്കിയേ, അവൾക്ക് വല്ല മാറ്റം ഉണ്ടാവുന്നുണ്ടോ? ഒരു നാണവും കൂടാതെ പിറ്റേ ദിവസവും അതേ കസേരയിൽ വന്നിരുന്ന് അവൾ കുത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരു നാണവും കൂടാതെ പിറ്റേ ദിവസവും അവിടെ പാത്രം കഴുകിക്കൊണ്ട് ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. എത്ര നാള്? അവൾ കല്യാണം കഴിച്ച് പോകുന്നത് വരെ നിങ്ങൾ ഇങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കും. ഇത് തലമുറയായിട്ട് കടന്നു പോകും, അല്ലേ?
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം മുഴുവൻ നമ്മൾ അധ്വാനിച്ചത് മുഴുവൻ ആ പാത്രം കഴുകലിൽ തീർന്നു. വചനം പറയും നമ്മുടെ സംസാരത്തെ ശ്രദ്ധിച്ചാൽ, അതുകൊണ്ടാണ് പറയുന്നത് വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന്? ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഈ പറയുന്ന ആൾ പുണ്യവാൻ അല്ലെന്ന്. ഇതൊക്കെ ഞാൻ എനിക്ക് വേണ്ടി ഒരുങ്ങിയ വചനങ്ങളാണ്. ഇതെനിക്ക് വേണ്ടി ഒരുങ്ങിയ വചനങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിൽ ഇന്ന് ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ മർമ്മം ഇന്ന് ഔസേ പിതാവ് സൂക്ഷിച്ചു കാണിച്ചു തരികയാണ്. ഒരു പക്ഷേ നിന്റെ കുടുംബത്തിലെ സംസാരത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ, ശാന്തമായിട്ട് ആത്മസംയമനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടല്ലേ നമ്മുടെ കുടുംബത്തിൽ ഇന്ന് താളക്കേടുണ്ടായിരിക്കുന്നത്. നമ്മളൊന്നും അധ്വാനിക്കാഞ്ഞിട്ടല്ലെന്നേ, ഇഷ്ടം പോലെ അധ്വാനമുണ്ട്, സമ്പത്തൊക്കെ അത്യാവശ്യമുണ്ട്, ജീവിക്കാനുള്ള വകയൊക്കെ അത്യാവശ്യമൊക്കെ ക്രമീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ കുഴപ്പം എന്നാണെന്നറിയോ, ഇതൊന്നും ആസ്വദിക്കാൻ നമുക്കറിഞ്ഞുകൂടാ. ഇതെല്ലാം കൊണ്ടുവന്നാലും അവസാനം നമ്മൾ മൊത്തം അടിച്ച് പിരിഞ്ചാച്ചി, ഒരു സമാധാനം കിട്ടാതെ നമ്മൾ ചില വാക്കുകൾ പറഞ്ഞ് പിരിഞ്ഞു പോകും. നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ശ്രദ്ധിച്ചേ. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു കുടുംബത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ കൂട്ടായ്മ, അതായത് അവർ സഹോദരങ്ങൾക്ക് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടുമെന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല കാര്യം, ഇങ്ങനെയുള്ള കുടുംബ കൂട്ടായ്മകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവിടുത്തെ ഒരു അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, ഓരോ കുടുംബ കൂട്ടായ്മ വരുമ്പം എൻ്റെ നെഞ്ചിൽ തീയ. ഞാൻ പറഞ്ഞു അതെന്തിനാ അങ്ങനെ? നല്ലതല്ലേ, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നു, സന്തോഷിക്കുന്നു, കുഞ്ഞുങ്ങൾ മക്കൾ വളരുന്നില്ല. എൻ്റെ അച്ഛാ, എല്ലാ കുടുംബ കൂട്ടായും അവസാനിക്കുന്നത് അടിയിലാണ്. ഇതുങ്ങൾ ഒരുമിച്ച് കൂടി വലിയ വർത്തമാനം പറഞ്ഞു തുടങ്ങും. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു കാര്യം കൊണ്ടുവരും. ഇതുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാകും. ഭക്ഷണം അവിടെ ഇട്ടിട്ട് പോവും. അച്ഛാ, അച്ഛൻ കണ്ടോ, ഇന്നിത് സംഭവിക്കാൻ പോവുക, ഈ അമ്മ പറയുക എന്ന് പറഞ്ഞാൽ മിക്കവാറും ചില കുടുംബങ്ങളിൽ ഒരുമിച്ച് കൂടുന്നത് അന്ന് അടിയിലേ അവസാനിക്കുകയുള്ളൂ. പള്ളിപ്പെരുന്നാളിനൊക്കെ ചിലരെ വിളിക്കാൻ തന്നെ പേടി. അവനെ വിളിച്ചോണ്ട് വന്നിട്ട് എന്തിനാ വെറുതെ ബഹളം ഉണ്ടാക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഉള്ള 50 പെരുന്നാൾ നമ്മൾ ആഘോഷിച്ചാൽ പോരെ, ചിലരുടെ ചിന്തയാണ്. കൂടിക്കഴിഞ്ഞാൽ അന്ന് അടിയും പിടിയും ബഹളവും. നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ തുടങ്ങുമ്പോൾ ആ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. വാക്കുകൾ സൂക്ഷിക്കണം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോ അപ്പനിൽ നിന്ന് പഠിച്ചു, ഔസേ പിതാവിൽ നിന്ന് പഠിച്ചു. ആ പഠിച്ചതാണ് ഈശോ ജീവിതത്തിൽ പ്രായോഗികമാക്കിയത്. ഈശോ പഠിച്ച ഔസേ പിതാവിന്റെ സ്കൂള്, ഔസേപ്പിന്റെ സ്കൂള് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളൊക്കെ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കണം. മാർച്ച് 19 എന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, എനിക്കും ഔസേ പിതാവിന്റെ സ്കൂളിൽ നിന്ന് പഠിക്കണം. അല്ലാതെ മാർച്ച് 19 ഊട്ടുതിരുന്നാൾ അത് മാത്രമേ ചിലതിൻ്റെ തലയിലുള്ളൂ. ഊട്ടുതിരുന്നാളല്ല, അതിനപ്പുറം ഔസേ പിതാവിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കണം. ഔസേ പിതാവിന്റെ സ്വഭാവത്തിൽ നിന്ന് എൻ്റെ സ്വഭാവത്തിൽ എന്ത് സ്വീകരിക്കാൻ സാധിക്കും? അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങൾ ഔസേ പിതാവിന്റെ സ്കൂളിൽ പഠിക്കാം. ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഒക്കെ ഉള്ളിൽ നമ്മുടെ സ്വഭാവ രീതികൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച്, നിന്റെ കുടുംബത്തിൽ ഇന്നൊരു പക്ഷേ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകാൻ കാരണം കുടുംബത്തിൽ നമ്മുടെയൊക്കെ സംസാര ശൈലി കൊണ്ടല്ലേ? അല്പം ആത്മസംയമനം പാലിച്ചിരുന്നെങ്കിൽ എന്തോരം സമാധാനം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമായിരുന്നു. ദൈവമേ, എൻ്റെ സംസാര ശൈലിയെ നിയന്ത്രിക്കാൻ എനിക്ക് കൃപ വേണം. ഔസേ പിതാവിനുണ്ടായിരുന്ന നന്മ എൻ്റെ സ്വഭാവത്തിൽ വളർത്തിയെടുക്കാൻ എനിക്ക് കൃപ വേണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ദൈവജനം ഒരുമിച്ച് അല്പസമയം ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചേ. ഓ കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായ കൃപ, കുടുംബത്തിൽ സമാധാനം സന്തോഷം സംഭവിക്കപ്പെടട്ടെ.
ഒരു കാരണവശാലും ഒരു തിന്മയെ സംഭവിക്കാതിരിക്കട്ടെ. കർത്താവ് ഞങ്ങളുടെ സംസാരത്തെ വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വരമുയർത്തി പറഞ്ഞ ആമേൻ, ആമേൻ, ആമേൻ. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് ഔസേ പിതാവിന്റെ സ്കൂളിൽ പഠിക്കാനും പ്രാർത്ഥിക്കാനും വളരാനുമുള്ള വലിയൊരു ആഗ്രഹം സ്വീകരിക്കാം. പ്രൈസ് ദി ലോർഡ്.